السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد ويجب شرعا هذا ومثل ذا في حق رسول الله عليهم تحية الإله. ഒരു മുക്കല്ലഫിന്റെ മേൽ വുജൂബായ കാര്യം പറഞ്ഞോർത്ത് ഒന്നാമത് പറഞ്ഞത് അല്ലാഹു തആലാന്റെ ഹക്കിൽ വാജിബും മുസ്തഹീലും ജായിസുമായ സിഫത്തുകൾ അറിയുക എന്നതുപോലെ വമിസ്ലു ദാ ഇതുപോലെ തന്നെ പറഞ്ഞാൽ വാജിബുൻ ശർഅൻ അലൽ മുക്കല്ലഫി ആഖിലും ബാലിഗുമായ എല്ലാ ഓരോ മുസ്ലിമിന്റെ മേലും ശർഇയ്യായിട്ട് വുജൂബാണ് മിസ്ലു ദാ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്ത് പോലെ ഐ മാരിഫത്തൻ മിസ്ല ഹാദൽ മദ്കൂരി മിനൽ വാജിബി വൽ മുസ്തഹീൽ വൽ ജായിസ്. അള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബും മുസ്തഹീലും ജായിസുമായ സിഫത്തുകൾ അറിയൽ വുജൂബായതുപോലെ അംബിയാ മുർസലുകളുടെ ഹക്കിൽ വാജിബും മുസ്തഹീലും ജായിസുമായ സിഫത്തുകൾ അറിയലും വുജൂബാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഫി മുത്ലഖി മാ ദുക്കിറ വാജിബ് മുസ്തഹീല് ജായിസ് എന്ന വിഷയത്തിൽ, അല്ലാതെ അള്ളാഹിന്റെ സിഫത്ത് പോലെ സിഫത്ത് അമ്പിയാക്കൾക്ക് വാജിബാണ്, അള്ളാഹുവിന്റെ സിഫത്ത് പോലെ അള്ളാഹുത്തെ അമ്പിയാക്കൾക്ക് മുസ്തഹീലാണ്, അള്ളാഹിന്റെ സിഫത്ത് പോലെ ജായിസാണ് എന്നല്ല. ഈ മൂന്ന് ഇനം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹക്കിൽ വുജൂബായതുപോലെ അമ്പിയാക്കന്മാരുടെ ഹക്കിലും വാജിബ് മുസ്തഹീല് ജായിസ് ആയതിനെ അറിയണം. അനിൽ ഹഖായിഖി വൽ അദില്ലത്തി, ഹഖീഖത്ത് കൊള്ള നോക്കുമ്പം അള്ളാഹുൽ വാജിബായതൊന്ന് വേറെയാണ്, ലിദാത്തിഹി വാജിബ് എന്നാ പറയാം. അള്ളാഹുവിന് വാജിബായത് ലിദാത്തിഹി വാജിബ്, അള്ളാഹുവിന് മുസ്തഹീലായത് ലിദാത്തിഹി മുസ്തഹീല, അള്ളാഹുവിന് ജായിസ് എന്ന് പറഞ്ഞാൽ ലിദാത്തിഹി ജായിസ. അമ്പിയാക്കളുടേത് അങ്ങനെയല്ല, ലി ഗൈരിഹി വാജിബാണ്, ലി ഗൈരിഹി മുസ്തഹീല. അപ്പോ അതിന്റെ ഹഖീഖത്ത് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 20 വാജിബായ സിഫത്തുകളെ കൊണ്ട് സിഫത്തുടയവനാവുക എന്നത് അള്ളാഹുവിന്റെ ദാത്ത് എന്ന അടിസ്ഥാനത്തിൽ തന്നെ വുജൂബാണ്, ഉണ്ടായിക്കൊള്ളണം, ഇല്ലാതിരിക്കാൻ പറ്റൂല. മുസ്തഹീലും അങ്ങനെ തന്നെ. ഈ 20 മുസ്തഹീലായ സിഫത്തുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ മുഖദ്ദസായ ദാത്ത് എന്ന നിലക്ക് ആ ദാത്തിന് മുഹാലായതാണ്. അമ്പിയാക്കളുടേത് അതല്ല. അള്ളാഹു തആല വാജിബാക്കിയത് കൊണ്ട് വാജിബാണ്, അള്ളാഹു തആല മുസ്തഹീലാക്കിയത് കൊണ്ട് മുസ്തഹീലാണ്, അള്ളാഹു തആല ജായിസ് ആക്കിയത് കൊണ്ട് ജായിസാണ്. അപ്പൊ ഒന്ന് ലിദാത്തിഹിയാണ്, മറ്റേ ലിഗൈരിയാണ്. ഹഖീഖത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ട്. വൽ അദില്ലത്തി, ദലീലുകളിലും വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ സിഫത്തുകൾ വാജിബായ സിഫത്തുകൾ വാജിബാണെന്നും മുസ്തഹീലായ സിഫത്ത് മുസ്തഹീലാണെന്നും ജായിസായ സിഫത്ത് ജായിസാണെന്നും സുബൂത്താക്കുന്ന അഖലിയായ ബുർഹാനാണ്. അമ്പിയാക്കളുടേത് ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ദലീലിലും കുറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വാജിബ് അള്ളാഹുവിന് വാജിബായ സിഫത്ത് പോലെ അമ്പിയാക്കൾക്കും വാജിബായ സിഫത്ത്, മുസ്തഹീല് അള്ളാഹു തആലാക്ക് മുസ്തഹീലായ സിഫത്ത് പോലെ അമ്പിയാക്കൾക്കും മുസ്തഹീലായ സിഫത്ത്. എങ്ങനെയാണ്? എവിടെ? ഫി ഹഖി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ സംബന്ധിച്ചും എന്ത് തന്നെയാണ്? വാജിബാണ്. അറിഞ്ഞിരിക്കൽ മാരിഫത്ത് വാജിബാണ്. റുസ്ലില്ലാഹി എന്ന് സുക്കൂൻ കൊണ്ട ബിസുക്കൂന് സീനി, റുസൂല് എന്ന് വായിക്കുമ്പോൾ വസനൊക്കൂല, അതുകൊണ്ട് വസനൊക്കാൻ വേണ്ടി ലൊമ്മിന് പകരം സുക്കൂനാണ് ചെയ്തത്. റുസ്ലില്ല. മുർസലീങ്ങളെ പറയുമ്പം അലൈഹിം തഹിയ്യത്തുൽ ഇലാ, അള്ളാഹുവിന്റെ സലാം ഈ മുർസലീങ്ങളുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ പറയുമ്പോൾ തആല വ തഖദ്ദസാനോ ജല്ല ജലാലുഹു എന്നൊക്കെ പറയാം. അംബിയാ മുർസലുകളെ പറ്റി പറയുമ്പം അലൈഹിമുസ്സലാം, ഈ സലാമിന് തന്നെ തഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബ്, മുസ്തഹീല്, ജായിസ്. അതുപോലെ 3 കാര്യങ്ങൾ അമ്പിയാക്കളെ സംബന്ധിച്ച് വാജിബ്, മുസ്തഹീല്, ജായിസ്. ഇത് 3ഉം അറിഞ്ഞാൽ ആണ് മാരിഫത്ത് എന്ന് പറയും. ഈ മാരിഫത്ത് ഓരോ മുക്കല്ലഫിനും വാജിബാണ്. ഇനി എന്താണ് വാജിബ്, എന്താ മുസ്തഹീൽ, എന്താ ജായിസ്?
അഖലിയായ വാജിബ് മുസ്തഹീൽ ജായിസിന്റെ അർത്ഥം പറയുന്നത്. ഫൽവാജിബുൽ അഖലിയു മാ ലം യഖ്ബലി ഇൻ അൽ-ഇന്തിഫാഅ ഫീ ദാതിഹി ഫബ്തഹിലി വൽമുസ്തഹീലു കുല്ലു മാ ലം യഖ്ബലി ഫീ ദാതിഹി സുബൂത ളിദ്ദൽ അവ്വലി. ഫൽവാജിബു ബയാനു മഅനൽ വാജിബി വൽ മുസ്തഹീലി വൽ ജായിസി. നേരത്തെ മുഖദ്ദിമയിൽ നമ്മൾ ഒരു അർത്ഥം പറഞ്ഞാണ്, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസന്നിഫ് തങ്ങള് വാജിബ് മുസ്തഹീൽ ജായിസിന്റെ അർത്ഥം പറയുന്നിടത്തുനിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആ പറഞ്ഞതാണത്. സുമ്മ ശറഅ മുസന്നിഫ് തങ്ങൾ പ്രവേശിച്ചു ഫി തഅരീഫിൽ വാജിബി വൽ മുസ്തഹീലി വൽ ജായിസി. വാജിബ് എന്നാൽ എന്താണ്, മുസ്തഹീൽ എന്നാൽ എന്താണ്, ജായിസ് എന്നാൽ എന്താണ് എന്നതിന്റെ സാങ്കേതിക അർത്ഥം വിവരിക്കാൻ. അല്ലത്തി എങ്ങനെയുള്ള വാജിബ് മുസ്തഹീൽ ജായിസ് യജിബു മാരിഫത്തുഹാ ഫി ഹഖ്ഖിഹി മൻ ദുക്കിറ. അള്ളാഹുവിനെ സംബന്ധിച്ചും മുർസലീങ്ങളെ സംബന്ധിച്ചും വാജിബായ അറിയൽ വാജിബായ വാജിബ് മുസ്തഹീൽ ജായിസ് എന്നതിന്റെ മാന എന്താണ്? അള്ളാഹിന്റെ ആദ്യം പറയുന്നത് ഈ വാജിബ് പറയുമ്പോൾ മിൻഹു ഈ പറഞ്ഞ തരീഫിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിയും. തരീഫൽ വുജൂബ് അഖലിയായ വുജൂബ് എന്താണ്, അഖലിയായ ഇസ്തിഹാലത്ത് എന്താണ്, അഖലിയായ ജവാസ് എന്താണ്. നേരത്തെ മുസ്ലിം പറഞ്ഞിട്ടുണ്ട്, ഏത് ശറഈൽ മുഖദ്ദിമയിൽ പറഞ്ഞാണ്. എന്നാൽ അവലൻ താരീഫുൽ വാജിബ്, മൂന്നെണ്ണത്തിന്റെ താരീഫ് ഉണ്ടല്ലോ. ആദ്യമായിട്ട് വാജിബിന്റെ താരീഫാ പറയുന്നത്. ഫൽ വാജിബു വാജിബ് എന്ന് പറഞ്ഞാൽ ഐ അസാബിത്തു ഉണ്ടോ, ശറഈയായ വാജിബിന്റെ അർത്ഥത്തിനല്ല. ശറഈയായ വാജിബ് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റം പറ്റും തോന്നുക, ആ അർത്ഥമല്ല ഇവിടെ. വാജിബ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായത്, ഉറച്ചത് എന്നർത്ഥം. അൽ അഖലിയു വാജിബുൽ അഖലി, അഖലിയായിട്ട് വാജിബായത് മിൻ ദാത്തിൻ, ദാത്തിയായ വാജിബാവാം, ഔ സിഫത്തിൻ അല്ലെങ്കിൽ സിഫത്തിയായ വാജിബാകാം, ഔ നിസ്ബത്തിൻ അല്ലെങ്കിൽ നിസബിയായ വാജിബാകാം. രണ്ടായാലും മൂന്നായാലും വേണ്ടിയില്ല. അഖലിയായ വാജിബ് എന്ന് പറഞ്ഞാൽ മാ അൽ അംറു സാബിത്തുല്ലദീൻ, മാ എന്ന് പറഞ്ഞാൽ മൗസൂലാണെന്ന് വരുത്താൻ. വാജിബാവുന്നത് മാ സ്ഥിരമായ ഒരു സംഗതിയാണ്. എങ്ങനെ സ്ഥിരമായത്? ലം യഖ്ബലിൽ ഇന്തിഫാ, ഇല്ലായ്മയെ സ്വീകരിക്കാത്ത, ഉള്ളതാണ്, അത് ഇല്ലാതിരിക്കൽ സാധ്യമായ അല്ല, അഖലിയായിട്ട് സാധ്യതയില്ല. ഇന്തിഫ എന്ന് ബിൽ ഖസ്രി ഹംസല്ല, ഇന്തിഫാ എന്നല്ല ഇന്തിഫാ. എന്താ അങ്ങനെ ഖസ്റാക്കി ഹംസ വേണ്ടേ? അതിലുള്ള റൂറത്തി ബെയ്ത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഹംസ കളഞ്ഞത്. ശരിക്കും ഇന്തിഫാ എന്ന് തന്നെയാണ് അസ്ല്. എന്ന് പറഞ്ഞാൽ ലാ യഖ്ബലു സവാലാൻ, ഇന്തിഫാനെ കബൂലാക്കൂല പറഞ്ഞാൽ അത് നീങ്ങിപ്പോകാൻ പറ്റൂല, ഉണ്ടായേ പറ്റൂ. എങ്ങനെ? ഫീ ദാത്തിഹി ആണ് വാജിബ്, ബിദ്ദാത്ത് വാജിബ്, ബിൽ ഗൈർ വാജിബ് അല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഐ ബിൻ നദരി ലിദാത്തിഹി, ഒരു വസ്തുവിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് സവാലിനെ കബൂലാക്കാത്തത്. ദാത്തിലേക്ക് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ലാലിഷൈൻ ആഖറ, ഖാരിജിയായ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിയിട്ടല്ല, നേരെ നഫ്സ് ദാത്തിലേക്ക് നോക്കിയാൽ തന്നെ ഇല്ലാതിരിക്കാൻ ഇതിനെ കബൂൽ ചെയ്യൂല, ഉണ്ടായേ പറ്റൂ. ഇപ്പോ വാജിബും 3 ജാതിയുണ്ട്, മുസ്തഹീലും 3 ജാതിയുണ്ട്. ഒന്ന് വാജിബുൽ ദാത്തിഹി, രണ്ടാമത്തേത് വാജിബുൽ ഗൈരിഹി, മൂന്നാമത്തേത് വാജിബുന്റെ തഅല്ലുഖി ഇൽമില്ലാഹി തആല. അതുപോലെ മുസ്തഹീലും ഉണ്ട് 3 ജാതി. മുസ്തഹീലു ലിദാത്തിഹി, മുസ്തഹീലു ലിഗൈരിഹി, മുസ്തഹീലിന്റെ തഅല്ലുഖ് ഇൽമില്ലാഹി ബി. ഇങ്ങനെ ഫഖറജ. ഇപ്പോ ലിദാത്തിഹി വാജിബിന് നമ്മൾ അർത്ഥം പറഞ്ഞ് ലാലിഷൈൻ ആഖറാണ്, ദാത്തിലേക്ക് നോക്കിയിട്ട് നീങ്ങിപ്പോകാൻ പറ്റാത്ത സാബിത്ത് എന്ന അർത്ഥം വെച്ചത് കൊണ്ട് പുറപ്പെട്ടു. മാ തഅല്ലഖ ഇൽമുല്ലാഹി ബിവുജൂദിഹി, ഒരു കാര്യം ഉണ്ടാവും എന്ന് അള്ളാഹുവിനെ ഇൽമു തഅല്ലുഖ് ചെയ്താൽ അത് ഉണ്ടായേ തീരൂ. കാരണം എന്താ? അള്ളാഹിന്റെ ഇൽമിന് മാറ്റം വരാൻ പാടില്ല എന്നതുകൊണ്ട്. പക്ഷെ ആ വസ്തുവിന്റെ ദാത്ത് കൊണ്ട് നോക്കുമ്പോൾ അത് വാജിബല്ല. പക്ഷെ അള്ളാഹുവിന്റെ ഇൽമു തഅല്ലുഖ് ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക് വാജിബാണ്. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരു അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സെയ്ദ് എന്നൊരു മകനെ കൊടുക്കും എന്ന് അള്ളാഹ്ക്ക് ഇൽമുണ്ട്. അള്ളാഹ് അറിയാം. അള്ളാന്റെ ഇൽമ താലൂക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് സെയ്ദ് എന്ന് പറയുന്ന മകൻ ജനിക്കുക എന്നത് വുജൂബാണ്. അത് വുജൂബിൽ ഇതാത്തിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇൽമ താലൂക്ക് ചെയ്ത് എന്നതുകൊണ്ട് വാജിബാദ ലിദാത്തിയ മുംകിനാണ്. ഈ അബ്ദുള്ളക്ക് സെയ്ദ് ജനിക്കുകയോ ജനിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അള്ളാഹുവിന്റെ ഇൽമ തഖല്ലുഫ് വരൂല. ഒരു കാര്യം ഇന്നതുപോലെ ഉണ്ടാവും എന്നാണോ അള്ളാഹുവിന്റെ ഇൽമ താലൂക്ക് ചെയ്തെന്ന അതുപോലെ ഉണ്ടായിരിക്കും. അത് വാജിബുൽ ഗൈരിയാണ്. ഫീദാത്തി ആണ്. സെയ്ദിന് ഈ സെയ്ദ് എന്ന് പറഞ്ഞ മകൻ ഈ അബ്ദുള്ള എന്ന് പറയുന്ന വാപ്പാക്ക് ജനിക്കൽ ഫീദാത്ത് കൊള്ളം നോക്കുമ്പോൾ ജായിസാണ്. ഏതുപോലൊക്കെ വുജൂദ് ഷൈഇൻ മുംകിനാത്തി, ഈ ലോകത്ത് മുംകിനായ വസ്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാവും. ഫീ സമനി അലിമല്ലാഹു വുജൂദഹു ഫീ, ഇന്ന സമയത്ത് ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഉണ്ടാവും എന്നതിന്റെ ഇൽമ താലൂക്ക് ചെയ്തണോ ആ സമയത്ത് അത് ഉണ്ടാകൽ വുജൂബാണ്. പക്ഷേ സ്വന്തം ആ വസ്തുവിന്റെ നഫ്സിലേക്ക് നോക്കുമ്പോൾ മുംകിനാണ്. അള്ളാഹുവിന്റെ ഇൽമ താലൂക്ക് ചെയ്ത് എന്ന ഹൈസ്യത്തിൽ നോക്കുമ്പോൾ അത് വുജൂബാണ്. അപ്പോ 3 യാദിയുണ്ട്. അപ്പൊ 2 ഇപ്പൊ ഇവിടെ പറഞ്ഞോളൂ. ഫബ്തഹിൽ ഫബ്തഹിലീന്ന് ബൈത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. ഐ ഇബ്തിഹാൽ ചെയ്യാനായി തളറ വത്ലുബ് മിനല്ലാഹ്, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അള്ളാഹുവിനോട് നീ പ്രാർത്ഥിച്ചോ. എന്തിനു വേണ്ടി? മിം മാരിഫത്തമായും ഫൗക്ക, ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് നാഫിയായ ഇൽമ് തരാൻ വേണ്ടി താഴ്മയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിന്നെ വൈത്ത് പൂർത്തിയാക്കിയതാ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? വാജിബ് മാലം യഖ്ബലിൽ ഇന്തിഫാഅ ഫീ ദാത്തിഹി. ഈ താരീഫ് അഖ്സറു വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഉപയോഗിച്ചതാണ്. ഔദഹു ആശയം ഏറെ വ്യക്തവുമാണ്. അഹ്സനു കൂടുതൽ ഭംഗിയാർന്നതുമാണ്. മിൻ ഖൗലിന, നമ്മൾ സാധാരണ വുജൂബിന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. മാ ലാ തസവ്വറു ഫിൽ അഖ്ലി അദ്മുഹു. വാജിബ് എന്ന് പറഞ്ഞാൽ മാ ഒരു കാര്യമാണ്, ലാ തസവ്വറു ഫിൽ അഖ്ലി അഖലിൽ തസവ്വുറാക്കപ്പെടാൻ പോലും സാധ്യമാവില്ല. അദ്മുഹു ഇല്ലാതിരിക്കൽ അഖലിൽ തസവ്വുറാക്കപ്പെടാൻ പോലും പറ്റാത്ത കാര്യം എന്ന് വാജിബിന് അർത്ഥം പറയാറുണ്ട്. അത്രയും ലഫ്ളും ഇല്ല, അതിനെക്കാട്ടിലും ആശയം വ്യക്തവുമാണ്. എന്തു പറഞ്ഞത്? മാലം യഖ്ബലിൽ ഇന്തിഫാ ഫീ ദാത്തിഹി എന്ന് പറഞ്ഞു. സംഗതി വൈൻ ഇസ്തഹറ, ഈ പറഞ്ഞ ലാ യതസവ്വറു ഫിൽ അഖ്ലി അദ്മുഹു എന്നതാണ് വുജൂബിന് മശ്ഹൂറായ താരീഫ്. ഒന്നും തെറ്റൊന്നുമല്ല. ഈ താരീഫ് അതിനെക്കാട്ടിലും വാദിഹാണ് മാത്രം. വഹുവ ഖിസ്മാനി, ഈ വാജിബ് ലാ യതസവ്വറു ഫിൽ അഖ്ലി അദ്മുഹു എന്ന അർത്ഥത്തിനോ അല്ലെങ്കിൽ മാലം യഖ്ബലിൽ ഇന്തിഫാ ഫീ ദാത്തിഹി എന്നോ പറഞ്ഞ ഈ താരീഫിൽ പറയപ്പെട്ട വാജിബ് 2 അൽ അവ്വലു ളറൂറിയും, ഒന്ന് വാജിബ് ളറൂറി. ഏതാ? വാജിബ് ളറൂറി എന്ന് പറഞ്ഞാൽ മാ ലാ യുതവഖഫു അലാ നളരിൻ വസ്തിദ്ലാലിൻ, ദലീൽ പിടിച്ച് നെളർ വഴി കണ്ടെത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇൽത്തിഫാത്തുൻ നഫ്സ് ചെയ്താൽ തന്നെ മനസ്സിലാവും. അതാണ് ളറൂറിയാണ്. ഇതുപോലെ തഹയ്യുസി ലിൽ ജിർമി, ഒരു തടിയുള്ള വസ്തു അഥവാ നീളവും ആഴവും വീതിയുമുള്ള ഒരു വസ്തു, ജിർമ്, എത്ര ചെറുതായാലും വേണ്ടില്ല. ഈ ജിർമിന് എന്ത് വേണം? ഒരു മക്കാന് വേണം, ഹയ്യിസ്. മക്കാനെന്ന് മുത്തലക്കിന് പറയുന്ന, ഹയ്യിസ് തന്നെ ഖാസായ മക്കാന് പറയുന്ന. അപ്പൊ ഈ ജിർമിന് നിലകൊള്ളാൻ ഒരു മക്കാന് ഹയ്യിസ് വേണം എന്നത് ളറൂറിയാണ്. കാരണം എന്താ? തൂല്, അർള്, ഉംഖ് എന്നിവ കൊണ്ട് മുറക്കബായ ഒരു ജിസ്മ്, ആ ജിസ്മിന്റെ വുജൂദിന് ഒരു മക്കാൻ ളറൂറത്താണ്. ഇല്ലാതെ ആ സാധനം ഉണ്ടാവൂല. അതിപ്പോ ബദീഹിയ. എന്തുകൊണ്ട്? മക്കാൻ ഹയ്യിസിന്റെ അർത്ഥം മനസ്സിലാകുക, ജിർമിന്റെ അർത്ഥം മനസ്സിലാകുക, പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഈ രണ്ട് ലഫ്ദിന്റെ മഖ്സൂദായ മാന എന്താണ് എന്ന് തിരിഞ്ഞാൽ തന്നെ അത് മുതഹയ്യിസാണ്, ളറൂറത്താണ് എന്ന് മനസ്സിലാവും. അപ്പൊ അതിന് വേറെ ദലീലിന്റെ ആവശ്യമില്ല. ഈ 2 തസവ്വുറേ വേണ്ടു. ഒന്ന് ഹയ്യിസിനെ തസവ്വുറാക്കുക, 2 മക്കാനെ തസവ്വുറാക്കുക, അല്ല ജിർമിനെ തസവ്വുറാക്കുക. ഈ 2 തസവ്വുർ വന്നാൽ ജിർമാണോ
അതിന് തമക്കുൻ ചെയ്യാനുള്ള ഒരു മക്കാന് വേണം. ആ മക്കാനാണ് ഹൈജിസ് എന്ന് പറയുന്നത് തരും. വേറെ ദലീലിന്റെ ആവശ്യം അതിനില്ല. ജിർമ് എന്ന് പറഞ്ഞാൽ ജിർമിന് തഹയ്യുസ് വേണമെന്ന് പറഞ്ഞാൽ അഹ്ദുഹു ഖദറ ദാത്തിഹി മിനൽ ഫറാഗ്, അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഫറാഗിൽ നിന്നിട്ട് ഈ ദാത്തിന്റെ ഖദർ എത്രയാണോ അത്ര സ്ഥലം വേണം. അതിന്റെ നീട്ടത്തിനനുസരിച്ച് നീട്ടുള്ള മക്കാന് വേണം, അതിന്റെ വീതിക്കനുസരിച്ചുള്ള വീതിയുള്ള മക്കാന് വേണം എന്ന് ഫറാഗ് വേണം. ബാഗ്. രണ്ടാമത്തേത് നവരി. ഒന്ന് വെറൂറി, മറ്റൊന്ന് നവരി. ഓഹുവ നവരി ആയത് എന്ന് പറഞ്ഞാൽ ഏതാ? മാ തവഖഫ അലാ മാ ദുക്കിറ. നവർ ഇസ്തിദലാല് കൊണ്ട് മാത്രം അറിയപ്പെടുന്നത്. നവർ ഇസ്തിദലാലില്ലാതെ വെറും തസവൂർ കൊണ്ട് മാത്രം അറിയപ്പെടാത്തതാണ്. ഏതുപോലെ ഖൽ ഖിദമിലില്ലാഹി തആല, അല്ലാഹു തആല ഖദീമാണ്. ഖിദമ് എന്ന സൃഷ്ടി അല്ലാഹു തആലക്ക് വാജിബാണ് എന്നത് വാജിബിന്റെ മായനയും ഖിദമിന്റെ മായനയും തസവൂറാക്കിയാൽ മാത്രം മനസ്സിലാകുന്നതല്ല. ഫകുല്ലു മിൻഹുമാ, ഈ ലറൂറിയായ വാജിബും നളരിയായ വാജിബും, രണ്ട് ജാതി വാജിബ് പറഞ്ഞല്ലോ, ഈ രണ്ട് വാജിബും ലാ യഖ്ബലുൽ ഇന്തിഫാ ലിദാത്തിഹി, അത് ഇല്ലായ്മയെ കബൂൽ ചെയ്യൂല. അത് ഖാരിജയ കാര്യത്തിന് വേണ്ടിയിട്ട ലിദാത്തി തന്നെ. അപ്പോ വാജിബ് നളരിയുണ്ട്, വാജിബ് ലറൂറിയുണ്ട്. ആ രണ്ടും ലിദാത്തിഹി വാജിബാണ് താനും. സാനിയൻ അവലൻ താരിഫുൽ വാജിബി എന്ന് പറഞ്ഞു. രണ്ടാമത്തേതോ താരിഫുൽ മുസ്തഹീൽ. വൽ മുസ്തഹീലു, മുസ്തഹീൽ എന്ന് പറഞ്ഞോടത്ത് സീനും താവും സായിദത്താനി ത്വലബിനാണ് സാധാരണ സീനും താവ് വരിക. ഫാല ഇസ്തഫാല ആവുമ്പം പ്രവർത്തിക്കലിനെ തേടി എന്നുള്ളൊരർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥമില്ല. മറിച്ച് സീനും താവും തെക്കീദിന് വേണ്ടി സായിദയാക്കപ്പെട്ട കാരണം എൻ്റെ അസില് മായനയാവുന്ന വരാൻ പോകുന്ന കാലത്ത് എന്ന ആ അർത്ഥം അവിടെ ഇല്ല. ഇവിടെ തെക്കീദിന് വേണ്ടി കൊടുത്ത താവും സീനുമാണ്. അപ്പൊ ഒരു മുസ്തഹീലു, മുഹാല് എന്ന് പറഞ്ഞാൽ കുല്ലുമാ, ഒരു സംഗതി എല്ലാമാണ്. ഐ കുല്ലു അമ്രിൻ, മാപടം ഉദ്ദേശിക്കുന്നത് അമ്ര എന്നാണ്. ഒരു സംഗതി, ഒരു കാര്യം. ആ കാര്യം തന്നെ ദാത്തിൻ ദാത്തും ആവാ, ഔ സിഫത്തിൻ സിഫത്തും ആവാ, ഔ നിസ്ബത്തിൻ അല്ലെങ്കിൽ നിസ്ബയും ആവാം. ഈ മൂന്നും ആവാം. ഏതായാലും കുല്ലുമാ, എല്ലാ വസ്തുവും. എങ്ങനത്തെ വസ്തു? മുന്തഫിൻ, ഇല്ലാതായ, ഇല്ലാത്ത ദാത്ത്, ഇല്ലാത്ത സിഫത്ത്, ഇല്ലാത്ത നിസ്ബ. ലം യഖ്ബൽ, എങ്ങനത്തെ കുല്ലുമയാണ്? അത് ആ വസ്തു കബൂൽ ചെയ്യൂല ഫീദാത്തിഹി, അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് തന്നെ അസുബൂത്ത, ഉണ്ടാവലിനെ കബൂലാക്കൂല. മറ്റേ ഇല്ലാതിരിക്കലിനെ കബൂലാക്കൂല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടാവലിനെ കബൂലാക്കൂല. അത് ഖാരിജിയായ വസ്തുവിന്റെ പേരിലല്ല, ലിദാത്തിഹി തന്നെ. കണ്ടോ അവിടെ ഏലം അന്നൽ മുസ്തഹീല ഇമ്മാ യകൂന മുഹാലൻ ലിദാത്തിഹി, ലിദാത്തിഹി മുഹാലാവും. അതേതാണ്? വഹുവ അൽ മുംതനു അഖലൻ വആദതൻ, അഖലിയായിട്ടും അസംഭവ്യമാണ്, ആദിയായിട്ടും അസംഭവ്യമാണ്. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ അഖലിയും ആദിയുമായിട്ട് അസംഭവ്യമായത് കൽ ജംഇ ബൈന സവാദി വൽ ബയാദ്, കറുപ്പും വെളുപ്പൂടി ഒന്നാകുക. ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ മുഹാലൻ ലിഗൈരിഹി, ലിദാത്തിഹി മുഹാലല്ല, ലിഗൈരിഹി മുഹാല. എങ്ങനെ? ബിഅൻകാന മുംതനിയൻ ആദത്തൻ, സാധാരണ ആദത്തുൽ ഇലാഹിൽ ജാഹിലിയ, ആദിയ ആദത്തുൽ ഇലാഹിൽ ജാരിയ, അള്ളാഹുവിന്റെ സാധാരണ നടപടിക്രമത്തിൽ ഇല്ലാത്തതാണ്. എന്നാൽ ലാ അഖലൻ, അഖലൻ മുംതനി അല്ല താനും. അതിപ്പോ ഏതുപോലെ? ഖത്വയറാനി മിനൽ ഇൻസാൻ, ഒരു മനുഷ്യൻ വിമാനത്തിൽ കയറിയിട്ടല്ല, സ്വന്തമാണ് പറന്നു പോവുക. ഒരു മനുഷ്യൻ സ്വന്തം പറന്നാട് പോവുക എന്ന് പറയുന്നത് നാട്ടു നടപ്പിൽ ആദത്തുൽ ഇലാഹിൽ ജാരിയ കൊള്ള നോക്കുമ്പോൾ അസംഭവ്യമാണ്, സാധാരണഗതിയിൽ നടക്കാത്തതാണ് എന്നർത്ഥം. എന്നാ അതോടുകൂടി അഖല മുഹാലാണോ? അഖല മുഹാലൊന്നുമില്ല. എന്തുകൊണ്ട് ഇപ്പൊ ഒരാളാണ് പറന്നുപോയി എന്നത് കൊണ്ടിട്ട് എന്താ അസാധാരണത സംഭവിക്കുന്നത്? ലിദാത്തി മുംതനിയല്ല, പക്ഷെ ആദത്തെ മുംതനിയാണ്. അങ്ങനെയും വരാം. ഫഹുവ, ഇങ്ങനെയാണ് മുസ്തഹീലിന്റെ അർത്ഥം എന്ന് വരുമ്പോൾ ഈ മുസ്തഹീല് ളിദ്ദുൽ അവ്വലി, വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ്. മാലം യഖ്ബലിൽ ഇന്തിഫാ ഫീ ദാത്തിഹി എന്ന് പറയുമ്പോൾ
മുസ്തഹീലിന് മാലം യഖ്ബൽ ഫീ ദാതിഹി അസ്സുബൂത, ലിദാതിഹി സുബൂത്തിനെ കബൂൽ ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ ഈ മുസ്തഹീൽ എന്നത് റിദ്ദുൽ അവലി അഖലിയായ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്തുകൊണ്ട് ലിമാലിം തന്നൽ വാജിബ, വാജിബ് എന്ന് പറഞ്ഞ നേരത്തെ തിരിഞ്ഞല്ലോ. ഇന്തിഫാ, ഇല്ലാതിരിക്കലിനെ കബൂൽ ചെയ്യാതെ സ്ഥിരപ്പെട്ടതിനാണ് വാജിബ് എന്ന് പറയാ. മുസ്തഹീൽ എന്ന് പറഞ്ഞാലോ അൽ മുന്തഫില്ലദീ ലാ യഖ്ബലു സുബൂത, ഉണ്ടാവലിനെ കബൂൽ ചെയ്യാത്ത ഇല്ലാത്തത് എന്നാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്നിരിക്കൽ ഇൻസാനാണ് അല്ലെങ്കിൽ ആ ഇൻസാനാണ് എന്നതുപോലെ. ഖറജ മാ, ഈ പറഞ്ഞ തരീഫിൽ നിന്ന് പുറപ്പെട്ടു ഒരു സംഗതി, അത് ഉണ്ടാവൂല എന്ന് അള്ളാന്റെ ഇൽമ താലൂക്ക് ചെയ്ത്. അത് ബാഹിറിൽ നോക്കുമ്പോ മുംകിനൈക്കാരം, നഫ്സുൽ അംറിൽ നോക്കുമ്പോ മുഹാലുവൈക്കാരം. ഏതുപോലെ ഇപ്പൊ ഒരാള് അബൂജഹല് മുസ്ലിം ആവൂല എന്ന് അള്ളാഹ്ക്കറിയാം. അപ്പൊ ഇസ്ലാം എന്നത് ഉണ്ടാവുന്നതല്ല അബൂജഹലിന് എന്നത് അള്ളാഹുവിന്റെ ഇൽമ താലൂക്ക്. അതുകൊണ്ട് അത് ഉണ്ടായാലും മുസ്തഹീല. ബാഹിറുകൾ നോക്കിയാലോ ഓൻ നമ്മളെ പോലത്തെ ആഖിലും ബാലിഗും മുഖലഫല്ലേ, ഓൻ എന്തുകൊണ്ട് വിശ്വസിക്കൂടാ? മുംകിനാണ്. വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. ബാഹിറുകൾ നോക്കുമ്പോൾ മുംകിനാണ്, ഖാരിജിലേക്ക് നോക്കുമ്പോൾ. നഫ്സുൽ അംർ അല്ലാഹു തആല ഇൽമ താലൂക്ക് ചെയ്തു എന്നതിലേക്ക് നോക്കുമ്പോൾ അത് മഹാലാണ്. ഇപ്പൊ രണ്ടായി. ഇനി മൂന്നാമത്തെ ജായിസ്, അതൊക്കെ നേരത്തെ കിട്ടുന്നത് തന്നെയാണ്. ശേഷറായി കുറച്ചുണ്ട്, അതുകൊണ്ട് അവിടെ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.